ഹലോ ഫ്രണ്ട്സ്, ടെക്നിക് മലയാളത്തിലെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത് പോക്കോന്റെ ഏറ്റവും പുതിയ ബഡ്ജറ്റ് ഡിവൈസായ പോക്കോ C75 ആണ്. ഇതുണ്ടല്ലേ, പോക്കോ C75 5G ഡിവൈസാണ്. ഇതിന്റെ അൺബോക്സിംഗ് ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. വളരെ ക്വിക്കായിട്ട് ചെയ്യും. ഇതിന്റെ വില വരുന്നത് 4GB റാം 64GB സ്റ്റോറേജിന് 7,999 രൂപയാണ്. അതായത് 8,000 രൂപയ്ക്ക് നിങ്ങൾക്ക് ഒരു അഫോർഡബിൾ 5G ഡിവൈസ് ആണ് കിട്ടുന്നത്. അപ്പോൾ പോക്കോ C75 5G. അപ്പോൾ പോക്കോന്റെ സി സീരീസ് ഓൾമോസ്റ്റ് ലൈക്ക് ബിലോ 10,000 ആണ് സാധാരണ സ്റ്റാർട്ട് ചെയ്യാറ്. അപ്പോൾ ഇതും അതേപോലെ തന്നെ ഒരു ബഡ്ജറ്റ് അഫോർഡബിൾ 5G ഡിവൈസ് ആണ്. സ്നാപ്ഡ്രാഗൺ 4S Gen 2 പ്രോസസ്സറാണ്. 50 മെഗാപിക്സൽ സോണി ക്യാമറ, 18 വാട്ട് ചാർജിംഗ് സപ്പോർട്ട്, 5160 mAh ബാറ്ററി, ഷോമിന്റെ ഹൈപ്പർ OS സൈഡ് മൗണ്ട് ഫിംഗർ പ്രിന്റ് സ്കാനർ, IP52 റേറ്റിംഗ് ആണ് വരുന്നത്. ഒരു HD റെസൊല്യൂഷൻ ഡിസ്പ്ലേ ആണ്, 120 Hz റിഫ്രഷ് റേറ്റ് ആണ്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ അൺബോക്സ് ചെയ്ത് നമ്മുടെ കയ്യിലുള്ളത് അക്വ ബ്ലിസ് എന്ന് പറഞ്ഞ കളറാണ്. 464 ആണ് നമുക്ക് അയച്ചു തന്നിരിക്കുന്നത്. നമ്മൾ ബോക്സ് തുറന്നിരിക്കുകയാണ്. ബോക്സിനകത്ത് എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. ഇപ്പൊ മോൾ ഭാഗത്ത് നമുക്ക് കിട്ടുന്നത് പോക്കോന്റെ ഡിവൈസ് ആണ്. ജസ്റ്റ് ഒന്ന് പുറത്തേക്ക് എടുക്കാം. ഇതിട്ടില്ലേ, ബ്ലൂ കളറാണ്. ഒരു പാറ്റേൺ ഞാൻ വിശദമായി വരാം. പിന്നെ ബോക്സിനകത്ത് വരുന്നത് ഒരു സിം ഇജക്ട് പിന്നാണ്. പിന്നെ ഇതിനകത്ത് കേസൊന്നുമില്ല. ഒരു മാനുവൽ ആൻഡ് വാറന്റി ഇൻഫർമേഷൻ ആണ്. പിന്നെ ഒരു ചാർജിങ് അഡാപ്റ്റർ ആണ്, ചാർജിങ് കേബിൾ ആണ്. പിന്നെ ഒരു 10 വാട്ട് അഡാപ്റ്റർ ആണ്. ഇതിനകത്ത് 18 വാട്ട് ചാർജിങ് ഉണ്ടെങ്കിലും 10 വാട്ട് അഡാപ്റ്ററെ കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ ഫാസ്റ്റ് ചാർജിങ്ങിന്റെ കാര്യം ആലോചിക്കുക വേണ്ട. 10 വാട്ടിലെ ചാർജ് ചെയ്യുള്ളൂ. 5160 mAh കപ്പാസിറ്റി ബാറ്ററി. ഇൻഫാക്ട് 5160 mAh, അതെ, 5160 mAh ബാറ്ററി. ചാർജ് ചെയ്യാൻ നല്ല സമയം എടുക്കും, അതിലൊരു സംശയമില്ല. 10 വാട്ട് ചാർജിങ് ആണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത്രയാണ് ബോക്സിനകത്ത് വരുന്നത്. നമുക്ക് ഡിവൈസ് ഒന്ന് ബൂട്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ പുറത്തെടുത്തിരിക്കുകയാണ്. അപ്പോൾ ഇതാണ് ഡിസൈൻ. അപ്പോൾ നമുക്ക് ഒരു മാറ്റ് ഫിനിഷ് ആണ് വരുന്നത്. ഒരു സർക്കുലർ ലേ ഔട്ട് കാണാം. അതിന് താഴെ ഒരു പാറ്റേണും കാണാം. അപ്പോൾ ഒരു ക്യാമറ യൂണിറ്റ് ഡെഫിനറ്റ്ലി നല്ലൊരു സ്റ്റൈലിഷ് ആണെന്ന് പറയാം. അതേപോലെ തന്നെ ഈ ബാക്കിലെ പാറ്റേണും കൊള്ളാം. ഒരു റിഫ്രഷിംഗ് ചേഞ്ച് എന്നൊക്കെ വേണമെങ്കിൽ പറയാവുന്നതാണ്. അപ്പോൾ ഓവറോൾ ക്യാമറ യൂണിറ്റിൽ ഒരു ഡ്യുവൽ ക്യാമറ സെറ്റപ്പ് ആണ്. ഡെപ്ത് സെൻസറും 50 മെഗാപിക്സൽ ക്യാമറയുള്ളൂ. പിന്നെ LED ഫ്ലാഷും പിന്നെ ഒരു ജസ്റ്റ് 50 മെഗാപിക്സൽ എഴുതിയതാണ്. സർക്കുലർ റിംഗ് കണ്ടിട്ട് 4 ഉണ്ടെന്ന് വിചാരിക്കരുത്. ഇത് 2 ക്യാമറയാണ്. 50 മെഗാപിക്സൽ സോണി സെൻസർ ആണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ താഴെ നമുക്ക് പോക്കോന്റെ ബ്രാൻഡിങ് കാണാം. ഈ പാറ്റേൺ ഡെഫിനറ്റ്ലി നല്ലതായിട്ട് എനിക്ക് തോന്നി. നമുക്ക് ഫ്രണ്ടിൽ ഒരു വാട്ടർ ഡ്രോപ്പ് നോച്ച് ആണ് കൊടുത്തിരിക്കുന്നത്. മുകളിൽ ഒരു വാട്ടർ ഡ്രോപ്പ് നോച്ച് കാണാം. ഒരു HD+ റെസൊല്യൂഷൻ ഡിസ്പ്ലേ ആണ്. 120 Hz റിഫ്രഷ് റേറ്റ് ഉണ്ട്. ടച്ച് റെസ്പോൺസ് നല്ലതാണ്, നല്ല സ്മൂത്ത് ആണ്. അതേപോലെ ഡിസ്പ്ലേ ബ്രൈറ്റ്നസ്സും അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു എക്സ്പീരിയൻസ് കിട്ടുന്നുണ്ട്. മൂവീസ് ഒക്കെ വാച്ച് ചെയ്യാൻ നല്ല ലാർജ് ഡിസ്പ്ലേ ആണ്. ബെസൽസ്, താഴത്തെ ബെസൽസ് ഡെഫിനറ്റ്ലി കുറച്ചുണ്ട്, എന്നാലും കുഴപ്പമില്ല. ഒരു വാട്ടർ ഡ്രോപ്പ് നോച്ച് ആണ്. അഗെയിൻ 7,999 രൂപയുള്ളൂ. അപ്പൊ അതിൻ്റെതായ കോംപ്രമൈസ് ഡെഫിനറ്റ്ലി നമ്മളുണ്ടാവും. അഗെയിൻ 120 Hz റിഫ്രഷ് റേറ്റ് ഉണ്ട് എന്നുള്ളത് നല്ലൊരു കാര്യമാണ്. ടച്ച് റെസ്പോൺസ് എനിക്ക് സ്മൂത്ത് ആയിട്ട് തോന്നി. അതിൽ കുഴപ്പങ്ങളൊന്നും തന്നെ ഇല്ല. ഇനി നമുക്ക് സോഫ്റ്റ്വെയറിലേക്ക് പോകാം. സോഫ്റ്റ്വെയറിലേക്ക് പോകുമ്പോൾ നമുക്കിവിടെ കാണുന്നത് ഹൈപ്പർ OS ആണ് ഔട്ട് ഓഫ് ദ ബോക്സ് വരുന്നത്. അഗെയിൻ നമുക്കറിയാലോ, ആൻഡ്രോയിഡ് 14 ഔട്ട് ഓഫ് ദ ബോക്സേ ഉള്ളൂ. ആൻഡ്രോയിഡ് 15 ഇല്ല. അഗെയിൻ ബഡ്ജറ്റ് ഡിവൈസ് ആണ്. ആൻഡ്രോയിഡ് 14 തന്നെ ഉള്ളൂ. പിന്നെ ഹൈപ്പർ OSൽ നമുക്ക് ഡെഫിനറ്റ്ലി കിട്ടുന്ന എല്ലാ ഫീച്ചേഴ്സും കാണാൻ സാധിക്കും. ലോക്ക് സ്ക്രീൻ കസ്റ്റമൈസേഷനും വാൾപേപ്പേഴ്സും അങ്ങനെ പേഴ്സണലൈസേഷൻ ഓപ്ഷൻസ് എല്ലാം തന്നെ കാണാൻ സാധിക്കും. ക്വിക്ക് ടോഗിൾസ് ആണെങ്കിലും നമുക്ക് അങ്ങനത്തെ എല്ലാ ഓപ്ഷൻസും കാണുന്നുണ്ട്. പക്ഷേ ഇതിനകത്ത് ബ്ലോട്ട് വേസ് ഡെഫിനറ്റ്ലി ഒരുപാട് ബ്ലോട്ട് വേസ് കൊടുത്തിട്ടുണ്ട്. അത് അഗെയിൻ എല്ലാ ബഡ്ജറ്റ് ഡിവൈസിലും പോക്കോയിലും റെഡ്മിയിലൊക്കെ വരുന്ന പോലെ തന്നെയാണ് ഇവിടെയും കൊടുത്തിരിക്കുന്നത്. ഒരുപാട് ബ്ലോട്ട് വേസ് ഇൻക്ലൂഡഡ് ആണ്. പ്രോബ്ലം അത് അവോയ്ഡ് ചെയ്യായിരുന്നു. അഗെയിൻ ബഡ്ജറ്റ് ഡിവൈസ് ആയതുകൊണ്ട് അതിൽ ഒരു കോംപ്രമൈസ് ആണ് നമുക്ക് ചെയ്യേണ്ടത്. നമുക്ക് അൺഇൻസ്റ്റാൾ ചെയ്ത് കളയാന്നുള്ളതാണ് ആകെ ഒരു അഡ്വാൻറ്റേജ്. അപ്പോൾ ഫോൺ കിട്ടിയ ഉടൻ തന്നെ നമ്മൾ ഈ ബ്ലോട്ട് വേസ് ഒക്കെ ഒന്ന് അൺഇൻസ്റ്റാൾ ചെയ്ത് കളയാം. ഒരുപാട് ബ്ലോട്ട് വേസ് ഇൻക്ലൂഡഡ് ആണ്. ഇനി നമുക്ക് പെർഫോമൻസിലേക്ക് പോകാം. സ്നാപ്ഡ്രാഗൺ 4S Gen 2 ആണ് വരുന്നത്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു ചിപ്പാണ്. അറൗണ്ട് 3.5-4 ലക്ഷമൊക്കെയാണ് ആൻറ്റിറ്റ്യൂഡ് സ്കോർ വരുന്നത്. അപ്പോൾ കുഴപ്പമില്ലാത്ത ഒരു എക്സ്പീരിയൻസ്. 4GB റാമേ ഉള്ളൂ. 64GB സ്റ്റോറേജ് ആണ് ബേസ് വേരിയന്റ് വരുന്നത്. 4GB റാം കുഴപ്പമില്ല, എക്സ്പീരിയൻസ് കുഴപ്പമില്ല. എന്നാലും ഒരു 6GB റാം കൊടുക്കാമായിരുന്നു. കാരണം ചില ആപ്സ് ഒക്കെ പ്രോബബ്ലി 6GB റാമിൽ കുറച്ചും കൂടെ സ്മൂത്ത് ആയിട്ട് റൺ ചെയ്യുന്നുള്ളതാണ്. അപ്പോൾ അഗെയിൻ ഇതിനകത്ത് ഒരു 4GB റാമേ ഇതിനകത്ത് കൊടുത്തിട്ടുള്ളൂ. പിന്നെ പെർഫോമൻസ് G2യുടെ എക്സ്പീരിയൻസ് കുഴപ്പമില്ല, ഡീസെന്റ് എക്സ്പീരിയൻസ് ആണ്. ഒരു 8,000 രൂപ ഡിവൈസിന് വേണ്ട ഒരു എക്സ്പീരിയൻസ് ഒക്കെ നമുക്ക് കിട്ടുന്നുണ്ട്. കുഴപ്പമില്ലാത്ത ഒരു സ്മൂത്ത് എക്സ്പീരിയൻസ് ആണ്. കാരണം 120 Hz റിഫ്രഷ് റേറ്റ് ആയതുകൊണ്ട് ആ ഒരു സ്മൂത്ത്നെസ് ഡെഫിനറ്റ്ലി നമുക്ക് ഫീൽ ചെയ്യും. പക്ഷേ 5Gന്റെ കാര്യത്തിൽ ഒരു പ്രോബ്ലം എന്താ വെച്ചാൽ ഇതിനകത്ത് ജിയോ 5G മാത്രമേ സപ്പോർട്ട് ഉള്ളൂ. സ്റ്റാൻഡ് അലോൺ 5G മാത്രമേ ഉള്ളൂ. നോൺ സ്റ്റാൻഡ് അലോൺ 5G നെറ്റ്വർക്ക് ഇതിനകത്ത് സപ്പോർട്ടഡ് അല്ല. അതുകൊണ്ട് തന്നെ എയർടെൽ
നിങ്ങൾക്ക് സപ്പോർട്ടില്ല. പ്രോബ്ലി ഇനി വോഡഫോൺ ലോഞ്ച് ചെയ്താലും അതും ചാൻസ് കുറവാണ്. ഇതിനകത്ത് ജിയോ സപ്പോർട്ടഡ് ആണ്. അപ്പോൾ ജിയോ സിം കാർഡ് ഉള്ളവരാണെങ്കിൽ പ്രോബ്ലി കുഴപ്പമില്ല, 5G കിട്ടും. എയർടെൽ ആണെങ്കിൽ 4G മാത്രമേ കിട്ടുള്ളൂ, 4G അല്ലെങ്കിൽ വോൾട്ടി മാത്രമേ കിട്ടുള്ളൂ, 5G കിട്ടത്തില്ല. കാരണം നോൺ സ്റ്റാൻഡ് അലോൺ നെറ്റ്വർക്ക് ഇതിനകത്ത് സപ്പോർട്ടഡ് അല്ല എന്നുള്ളതാണ്. അപ്പോൾ അഗെയിൻ അത് ആലോചിച്ചിട്ട് എടുക്കുക. കാരണം ജിയോ മാത്രമേ 5G സപ്പോർട്ടുള്ളൂ, ബാക്കിയെല്ലാം 4G LTE ആണ് സപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. പിന്നെ സൈഡ് മൗണ്ട് ഫിംഗർ പ്രിന്റ് സ്കാനർ കൊടുത്തിരിക്കുന്നത് അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു എക്സ്പീരിയൻസ് ആണ് വരുന്നത്. ഇനി ക്യാമറയുടെ കാര്യം പറയുകയാണെങ്കിൽ 50 മെഗാ പിക്സൽ ക്യാമറയാണ് കൊടുത്തിരിക്കുന്നത്. അഗെയിൻ ഒരു ഡീസെന്റ് എക്സ്പീരിയൻസ് ആണ്. 50 മെഗാ പിക്സൽ ക്യാമറ, റിയറിൽ നമുക്ക് 1080p റെസൊല്യൂഷൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ഡീസെന്റ് റെക്കോർഡിംഗ് നമുക്ക് ചെയ്യാൻ സാധിക്കും. ക്യാമറ ക്വാളിറ്റി ഒരു 7,000-10,000 രൂപേന്റെ പ്രൈസ് സെഗ്മെന്റിൽ വേണ്ട അത്യാവശ്യം നല്ല ക്വാളിറ്റി ഒക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ക്യാമറ സാമ്പിൾസ് കാണാം, അങ്ങനെ നിങ്ങൾക്ക് മനസ്സിലാവും. അത്യാവശ്യം ഡീസെന്റ് എക്സ്പീരിയൻസ് ആണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ക്യാമറസ് ഒരു സാറ്റിസ്ഫൈയിങ് എക്സ്പീരിയൻസ് ഡെഫിനറ്റ്ലി പറയാം, കുഴപ്പങ്ങളൊന്നും തന്നെ ഇല്ല. പിന്നെ 1080p റെസൊല്യൂഷനും വീഡിയോ റെക്കോർഡിംഗ് ഉണ്ട്. 1080p 30 FPS ആണ് സപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ കുഴപ്പങ്ങളൊന്നും ഇല്ലാത്ത ഒരു ഡീസെന്റ് ക്യാമറ എന്ന് പറയാം. ഇനി ബാറ്ററിയിലേക്ക് വരുമ്പോൾ 5160 mAh ബാറ്ററി. അഗെയിൻ നല്ല ഒരു ബാറ്ററി കപ്പാസിറ്റിയാണ്. എന്നാൽ 10 വാട്ട് ചാർജിങ് ഉള്ളൂ. 10 വാട്ട് ചാർജിങ് 5000 mAh എന്ന് പറഞ്ഞാൽ ഓൾമോസ്റ്റ് 2 hours പ്ലസ് എടുക്കും ചാർജ് ചെയ്യാൻ. അതിലൊരു സംശയമില്ല. 2 hours മുകളിൽ എടുക്കും. എനിക്ക് തോന്നുന്നു ഒരു പ്രോബ്ലി 2.5 to 3 hours എടുക്കുമെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ രാത്രി ചാർജ് ചെയ്യായിരിക്കും നല്ലത്. അല്ലെങ്കിൽ തന്നെ 18 വാട്ട് ചാർജർ നിങ്ങൾക്ക് മേടിക്കാം, സെപ്പറേറ്റ്ലി മേടിക്കാം. അതിനകത്ത് ബണ്ടിൽഡ് അല്ല, അത് നമ്മൾ സെപ്പറേറ്റ്ലി മേടിക്കണം. അതിന് വലിയ വിലയൊന്നും വരുന്നില്ല. എനിക്കൊന്നും ഒരു 600-700 rupees 18 വാട്ട് ചാർജർ കിട്ടും. ഷോമിൻ്റെ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ബ്രാൻഡിൻ്റെ ഒക്കെ 18 വാട്ട് ചാർജർ കിട്ടും. അത് വെച്ച് ഉപയോഗിക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ ഫാസ്റ്റ് ആയിരിക്കും. 10 വാട്ട് വളരെ സ്ലോ ആയിരിക്കും. ബാറ്ററി ലൈഫ് കുഴപ്പമില്ല. അപ്പോൾ ഇതാണ് പോക്കോ C75 5G അൺബോക്സിംഗ് ഹാൻഡ്സ് ഓൺ എക്സ്പീരിയൻസ്. അപ്പോൾ എനിക്കൊന്ന് ഓവറോൾ ഒരു എൻട്രി ലെവൽ ബഡ്ജറ്റ് ഡിവൈസ് എന്ന നിലയ്ക്ക് കുഴപ്പങ്ങളൊന്നും തന്നെ തോന്നുന്നില്ല. അഗെയിൻ 5G എയർടെൽ സിം കാർഡിൽ ഇല്ല എന്നുള്ള ഒരു കാര്യം മനസ്സിലാക്കുക. അതേപോലെ തന്നെ 10 വാട്ട് ചാർജിങ് നോട്ട് അക്സെപ്റ്റബിൾ എന്ന് വേണമെങ്കിൽ പറയാം. ഒരു 18 വാട്ട് കൊടുക്കേണ്ടതായിരുന്നു. പക്ഷെ ബഡ്ജറ്റ് ഡിവൈസ് ആണെന്നുള്ളതാണ് അടുത്ത കോംപ്രമൈസ്. പിന്നെ ഒരുപാട് ബ്ലോട്ട്വെയർസ് ഉണ്ട്. അപ്പോൾ അതും നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്. പക്ഷേ ഓവറോൾ ഡിസൈൻ കൊള്ളാം, ക്യാമറാസ് അത്യാവശ്യം നല്ലതാണ്, ഡിസ്പ്ലേ എക്സ്പീരിയൻസും നല്ലതായിട്ട് എനിക്ക് തോന്നി. അപ്പോൾ ഇതാണ് പോക്കോ C75 അൺബോക്സിംഗ് ഹാൻഡ്സ് ഓൺ എക്സ്പീരിയൻസ്. ഈ ഡിവൈസിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് സെക്ഷനിൽ പോസ്റ്റ് ചെയ്യാൻ മറക്കരുത്. നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? 7,999 രൂപയ്ക്ക് ഇത് വർത്താണോ അല്ലയോ എല്ലാം തന്നെ കമന്റ് സെക്ഷനിൽ പോസ്റ്റ് ചെയ്യുക. അപ്പോൾ ഇതേപോലത്തെ കൂടുതൽ ടെക് വീഡിയോസിനായി സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. ഹോപ്പ് ടു സീ യു നെക്സ്റ്റ് video. Have a great day.